എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ഹർ പേഡ് ഔർ തരക്കിയാദ് എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ വാക്യഭാഗം നമുക്ക് നോക്കാം. ചലത്തെ ചലത്തെ ജംഗൽ മേൻ ടണ്ട് ബെഡനെ ലഗി. നടന്ന് നടന്ന് ജംഗൽ മേൻ കാട്ടിൽ ടണ്ട് തണുപ്പ് ബെഡനെ ലഗി കൂടാൻ തുടങ്ങി. ബഹന്നെ സഹോദരി ഫിർസെ പിന്നെയും സനോബർ കെ പേഡ് കെ ബാരഹ് മേൻ പൂച്ച. സനോബർ പൈൻമരത്തിൻ്റെ കാര്യത്തെപ്പറ്റി സഹോദരി പിന്നെയും ചോദിച്ചു. ബായിനെ സഹോദരൻ ഉസത്തോട കുറച്ച് ധൈര്യക്കനെ കിളിയെ കഹ ധൈര്യം വയ്ക്കാനായിട്ട് പറഞ്ഞു. ധീരെ ധീരെ പതുക്കെ പതുക്കെ ഉൻക അവരുടെ പുരാന ദേശ് പഴയ രാജ്യം ചൂട്ടുകയ പിന്നിട്ടു. പഹലെ മുൻപ് ജമീൻ സമതൽ ഥി സ്ഥലം നിരപ്പുള്ളതായിരുന്നു. ലേക്കിൻ എന്നാൽ അബ് വേ പഹാഡോ കുന്നുകൾ നദിയോ നദികൾ ഔർ ചീലോ തടാകങ്ങൾ ഒക്കെ നിറഞ്ഞ പഹാഡോ നദിയോ അവർ ചീലോങ്കെ ദേശമേ ആകെയത്തെ കുന്നുകളും നദികളും തടാകങ്ങളും ഒക്കെ നിറഞ്ഞ രാജ്യത്തവർ എത്തിച്ചേർന്നു. ബഹന്നെ പൂച്ച സഹോദരി ചോദിച്ചു. ബായി സഹോദര ഹം ഖടി പഹാഡിയോം പർ കൈസെ പഹുഞ്ചേങ്കെ. സഹോദര നമ്മൾ ഖടി പഹാഡിയും കുത്തനെയുള്ള ഈ കുന്നുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ മറികടന്ന് പോവുക? ലേ ജാവുങ്ക മേ തുമ്മ ലേ ജാവുങ്ക എന്ന് പറയും. ഞാൻ നിന്നെ എടുത്തുകൊണ്ട് പൊയ്ക്കോളാം, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നുള്ള രീതിയിൽ സഹോദരിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ വീണ്ടും യാത്ര തുടരുകയാണ്. രാസ്തേമേം വഴിയിൽ കുച്ച് നദിയാം കുറച്ച് നദികളും ഔർ ജീലും പടി തടാകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതൊക്കെ മറികടന്ന് പോകണമല്ലോ. ലേക്കിൻ എന്നാൽ വഹാം അവിടെ ഉനെ അവർക്ക് നാവോം മിൽഗി അതൊക്കെ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് കിട്ടി? നാവ് വള്ളം കിട്ടി. ബായി ബഹൻ കോ ബിട്ടാഖർ നാവ് ഹേത്തെ രഹ. ബായി ബഹൻ കോ സഹോദരൻ സഹോദരിനെ ബിട്ടാക്കർ ഇരുത്തിയിട്ട് നാവ് ഹേത്താ രഹ വള്ളം തുഴഞ്ഞു. ദോനോം പക്ഷിവി ഈ രണ്ട് പക്ഷികളും ഉൻകെ സാത്ത് സാത്ത് അവരുടെ കൂടെ കൂടെ ഉഡ്ന ഫർത്തെ ഔർ രുക്തേ രഹേ അവരുടെ കൂടെ തന്നെ ഉഡ്ന ഫർത്തെ പറന്ന് പറന്ന് രുക്തേ രഹേ പറക്കുകയും ചെയ്യും. ഇവർ നിൽക്കുമ്പോൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഇരിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഏക് ശാം ഒരു വൈകുന്നേരം ജവ്വേ അവർ ബഹുത്ത് വളരെ തക്കെ ഹുയേത്തെ ക്ഷീണിതരായിരുന്നു. തോ ഉൻഹോനെ അവർ കുച്ച് ജലി ഹുയി കത്തിക്കരിഞ്ഞ ഇമാരത്തോം കെട്ടിടം കൊതേക്ക കണ്ടു. ഈ കത്തിക്കരിഞ്ഞ ഒരു കെട്ടിടം അവർ കണ്ടു. ഉൻകെ പാസ് അതിൻ്റെ അടുത്തായിട്ട് എക് നൈ ഫാം ഹൗസ് പുതിയൊരു ഫാം ഹൗസ് ബനാഥ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രസോയിക്കെ ദർവാജയ്ക്ക് ബാഹർ രസോയിക്കെ അടുക്കളയുടെ ദർവാജ വാതിലിൻ്റെ ബാഹർ അടുക്കള വാതിലിൻ്റെ പുറത്ത് എക്ക് ലടുക്കി ഒരു പെൺകുട്ടി സബ്ജിയ പച്ചക്കറികൾ ചീൽ രഹീതി തൊലി കളയുന്നുണ്ടായിരുന്നു. ക്യാ ഹമേ ഖാനെ കെ ലിയെ കുച്ച് ദേ സക്തി ഹേ. ബായിനെ പൂച്ച സഹോദരൻ ചോദിക്കുകയാണ്. ക്യാ എന്താ? ഖാനേക്കിലെ ഹമേ ഖാനേക്കിലിയെ കുച്ച് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഖാനേക്കിലെ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ വേണ്ടി കുച്ച് ദേ എന്തെങ്കിലും തരാൻ സാധിക്കുമോ എന്ന് ഈ പെൺകുട്ടിയോട് ബായി ചോദിച്ചു. ലടുക്കീനെ ജവാബ് ദിയ ആ പെൺകുട്ടി മറുപടി പറയുകയാണ്. ആവോ വരൂ. മാം അമ്മ റസോയി മേ ഹേ അടുക്കളയിലുണ്ട്. വേ അവർ ജരൂർ തീർച്ചയായും തുമേ നിങ്ങൾക്ക് കുച്ച് ദേഗി എന്തെങ്കിലും തരും നിങ്ങൾക്ക് കഴിക്കാൻ വന്നോളാൻ പറയുകയാണ്. ഭായിനെ സഹോദരൻ ബഹൻഗി സഹോദരിയുടെ ഗർദൻ ഗർദൻ എന്ന് പറഞ്ഞാൽ കഴുത്താണ്. ബാഹോമേം ലിപ്പട്ടായ അവർ കഹ ഇങ്ങനെ ചേർത്ത് പിടിച്ചു സഹോദരിനെ ഇങ്ങനെ ബലമായിട്ട് അവൾക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്. ക്യാ തുമ്നെ സുന നീ കേട്ടോ? യഹ് ലടുക്കി ഈ പെൺകുട്ടി വഹി ഭാഷ ബോൾ രഹി ഹേ ആ ഭാഷയാണ് സംസാരിക്കുന്നത്. ജോ ഹമാരെ
നമ്മളുടെ മാതാപിതാക്കൾ ബോൾത്തേത്തെ. നമ്മുടെ മാതാപിതാക്കൾ സംസാരിക്കുന്ന ഭാഷയാണ് ഈ പെൺകുട്ടി പറയുന്നത്. അബ് ഹം സനോവർ കി പേട്. ഇനി നമ്മൾ നമ്മുടെ പൈൻ മരം അവർ താരേക്ക് നക്ഷത്രത്തിൻ്റെ തലാശ് അന്വേഷണം ശുരു കർ സക്തേ ഹേ ആരംഭിക്കാം. ഇനി നമുക്ക് നമ്മുടെ പൈൻമരം നമുക്ക് അന്വേഷിക്കാം. കാരണം നമ്മൾ നമ്മുടെ ദേശത്തെത്തിയിരിക്കുന്നു. കാരണം നമ്മുടെ മാതാപിതാക്കൾ സംസാരിക്കുന്ന ഭാഷ തന്നെയാണ് ഈ പെൺകുട്ടിയും സംസാരിക്കുന്നത്. ദോനോം ബച്ചെ രണ്ടു കുട്ടികളും രസോയിമേ അടുക്കളയിൽ ഗയ ജഹ ഉനെ അച്ച ഖാന മില. അവരടുക്കളയിലേക്ക് പോയി. അവിടെ അവർക്ക് അച്ച നല്ല ഖാന ഭക്ഷണം മില കിട്ടി. അവർക്കവിടെ നല്ല ഭക്ഷണം കിട്ടി. ഉനോനെ അവർ അപ്പനി പൂരി കഹാനി തങ്ങളുടെ മുഴുവൻ കഥയും ബതായി പറഞ്ഞു. അവർ കഹാക്കി എന്നിട്ട് പറഞ്ഞു ഹമാരെ പാസ് ഞങ്ങളുടെ അടുത്ത് ഹർക്കി വീടിൻ്റെ ഏക് ഹി നിശാനി ഹേ ഒരേ ഒരു അടയാളമാണ് ഉള്ളത്. നിശാനി എന്ന് പറഞ്ഞ അടയാളം. ഉസ്കെ സാമനെ അവിടെ അതിൻ്റെ മുന്നിൽ സനോവർ കയൊക്കെ പേട് ഹേ പൈൻമരമുണ്ട്. ഉസ്കി ശാഖാവും മേ അതിൻ്റെ ശിഖരങ്ങളിൽ ഹർഷുബ് എല്ലാ ദിവസവും രാവിലെ ദോ പക്ഷി രണ്ടു പക്ഷികൾ ഗാത്തേ ഹേ പാടുന്നു. അവർ രാത്തുമേം ഉൻകെ രാത്രിയിൽ അതിൻ്റെ ബീച്ച് ഇടയ്ക്ക് എക്ക് ഗൂപ് ചംകീല താര ദിഹായി ദേത്താ ഹേ തിളങ്ങുന്ന നല്ല തിളക്കമുള്ളൊരു നക്ഷത്രത്തെയും കാണാം. അവരവരുടെ വീടിൻ്റെ അടയാളം പറഞ്ഞു കൊടുക്കുകയാണ് അവരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ ആൾക്കാരോട്. ഹർക്കെ ലോഗോനെ കഹ അപ്പോൾ ആ വീട്ടുകാർ പറയുകയാണ് യഹാം ഇവിടെ ഹജാറോം സനോബർ ഹേ ആയിരക്കണക്കിന് പൈൻമരങ്ങളുണ്ട്. ഉൻപർ അവയിൽ ഹജാറോം പക്ഷി ഗാത്തേ ഹേ അതിൽ ആയിരക്കണക്കിന് പക്ഷികൾ ഗാത്തേ ഹേ പാടുന്നുമുണ്ട്. അവർ ഹജാറോം താരയാസ്മാൻ മേൻ ചമക്തേ ഹേ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ആസ്മാൻ മേ ആകാശത്ത് ചമക്തേ ഹേ തിളങ്ങാറുണ്ട്. തും നിങ്ങൾ അപ്പന ഘർ നിങ്ങളുടെ വീട് കൈസെ പഹുച്ചാനെങ്കെ എങ്ങനെയാണ് തിരിച്ചറിയുക? കൈസെ പഹുച്ചാനോക്കെ എങ്ങനെയാണ് തിരിച്ചറിയുക? ബായി ബഹനെ ജവാബ് ദിയ സഹോദരനും സഹോദരിയും മറുപടി പറഞ്ഞു. ജബ് ഹം ഞങ്ങൾ അപ്പനെ ഞങ്ങളുടെ ദേശത്ത് പൗഞ്ചുക്കേ ഹേ എത്തിച്ചേർന്നല്ലോ. തോ ഹം അപ്പോൾ ഞങ്ങൾ വഹുപ്പേട് ഫി ആ മരവും മിൽ ജായേക അത് ഞങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. യഹാൻ തക് ഇവിടെ വരെ പഹുഞ്ചനെ കിളി എത്തിച്ചേരുന്നതിന് വേണ്ടി ദോ പക്ഷി രണ്ടു കിളികൾ ഫി ഹമേ രാസ്ത ഞങ്ങൾക്ക് വഴി ബത്താത്തെ രഹേ രണ്ട് കിളികൾ ഞങ്ങൾക്ക് വഴി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ എത്തുക തന്നെ ചെയ്യുമെന്ന് അവരുടെ വീട്ടുകാരോട് പറയുകയാണ്. ദോനോം ബച്ചോ രണ്ട് കുട്ടികളും ഇസി ഇപ്രകാരം സഫർ ജാരി രഖ സഫർ എന്ന് പറഞ്ഞാൽ യാത്ര ജാരി രഖ എന്ന് പറഞ്ഞാൽ തുടർന്നു. അവർ ഇപ്രകാരം പറഞ്ഞിട്ട് അവരുടെ യാത്ര തുടർന്നു. ജഹാം എവിടെയെല്ലാം അവർ പോയിടത്തെല്ലാം ഗരീബി ഫൈലി ഹുയി പട്ടിണി വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ലെക്കിൻ എന്നാൽ വേ ജഹാൻ ഗയി എവിടെയെല്ലാം എത്തിച്ചേർന്നു. ഉൻഹേ അവർക്ക് ഖാനെ കഴിക്കാനും അവർ രാത് ബിത്താനെ കെലിയെ രാത്രി കഴിഞ്ഞുകൂടാനും വേണ്ടി ജഗ് സ്ഥലം മിൽത്തി രഹി കിട്ടിക്കൊണ്ടിരുന്നു. ലോഗ് ആളുകൾ ഉന്നെ അവരെ ബഹുത് വളരെ സഹാനുഭൂതിസെ സഹതാപത്തോടെ ദേഖത്തെ അവരെത്തുന്ന സ്ഥലത്തെ ആൾക്കാരെല്ലാം അവർക്ക് ഭക്ഷണവും രാത്രി കഴിഞ്ഞുകൂടാനുള്ള സ്ഥലവും കൊടുത്തിരുന്നു. ആളുകളൊക്കെ അവരെ സഹതാപത്തോടു കൂടിയാണ് നോക്കിയിരുന്നത്. അവരങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോഴാണ് യഹ്രഹ ഇതാണ് ഹമാര പേട് ഇതാ നമ്മുടെ മരം. ബായിക്ക് ആങ്കോംസെ ബായിയുടെ കണ്ണിൽ നിന്നും ഖുഷിക്ക് ആസു ബഹന്നെ ലഹേ ആനന്ദ കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി. അവസാനം എന്താണ് അവരവരുടെ മരം കണ്ടുപിടിച്ചു. ഔർ വഹ് ഹമാര താര നമ്മുടെ നക്ഷത്രവും ബഹന്നെ പകലെ ആദ്യം ഹസി ചിരിച്ചു. അവർ ഫിർ പിന്നെ റോനേലിഗി പിന്നെ അവൾ കരയാൻ തുടങ്ങി. അവരങ്ങനെ അവരുടെ മരം കണ്ടുപിടിച്ചു. വേ ഏക് ദൂസരെ സെ ലിപ്പട്ട് ഗയി
അവർ പരസ്പരം ലിപ്പറ്റ് ഗേ എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്തു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. ഭായിനെ കഹ, സഹോദരൻ പറഞ്ഞു, യഹ് വഹ് ഖലിഖാൻ ഹേ യഹാ പിതാ ഗോഡെ ഖടേ രക്തത്തെ. ഇവിടെ ഇതാണ് ഖലിഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളപ്പുരയാണ്. യഹാം അവിടെ അവരുടെ പിതാവ് കുതിരേനെ ഖടേ രക്തത്തെ, കുതിരേനെ കെട്ടി നിർത്തിയിരുന്ന സ്ഥലം അവിടെയാണ്. ഔർ യഹ് കുവാ ഹേ, ഇതാണ് കിണർ. കുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറാണ്. ജഹാൻസെ, ഇവിടെ നിന്ന് മാം അമ്മ മവേശ്യോ കേലിയെ, കന്നുകാലികൾക്ക് വേണ്ടി പാനിയില്ലാത്തി അമ്മ വെള്ളം കോരിക്കൊണ്ടിരുന്ന കിണറാണത്. ബഹന്നെ കഹ, സഹോദരി പറഞ്ഞു. ബായിനെ കഹ, സഹോദരൻ പറഞ്ഞു, ചലോ ഹർക്കെ അന്തർ ചലത്തെ ഹേ, വാ വീടിനകത്തേക്ക് നമുക്ക് കയറാം. പഹലെ തും ജാവോ, നീ ആദ്യം പോകൂ. ബഹന്നെ കഹ, സഹോദരി പറഞ്ഞു, എനിക്ക് ഡർ ലഗ്താ ഹേ, എനിക്ക് പേടി തോന്നുന്നു, നീ ആദ്യം കയറിക്കോ. പത്താ നഹി, അറിയില്ല, മാപ്പിത ജീവിത ഫി ഹേ യാ നഹി, അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ലല്ലോ, വീടിനകത്തോട്ട് കയറാൻ എനിക്ക് പേടിയാ, നീ ആദ്യം കയറി നോക്കാൻ സഹോദരനോട് പറയുകയാണ്. അന്തർ കമറേമേം, അകത്ത്, കമറേമേം മുറിയിൽ, എക് ബുഢാ ആദ്മി, പ്രായമായ ഒരു മനുഷ്യൻ, അപ്പനി തൻ്റെ പത്നിക്ക് സാത്ത് ബൈഠാഥ, ഭാര്യയോട് കൂടെ ബൈഠാഥ ഇരിക്കുകയായിരുന്നു. ഔർ കഹ രഹാത്ത, എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, വസന്ത് ഫിർ സെ ആഗയ, വസന്തം വീണ്ടും വന്നു. പക്ഷി ഗാ രഹേ ഹേ, പക്ഷികൾ പാടുന്നു. ഫൂൽ പൂവ്, ജഹ് ജഹ് എല്ലായിടത്തും, ജാഗ്രഹേഹെ എത്തി നോക്കുന്നുണ്ട്. അതായത് വസന്തം വന്നു, എല്ലായിടത്തും പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ലേക്കിൻ എന്നാൽ, ഹമാരെ ദിൽമേ നമ്മുടെ ഹൃദയത്തിൽ, ദിൽ എന്ന് പറഞ്ഞാൽ ഹൃദയം, ഖുഷിക്ക് സന്തോഷത്തിൻ്റെ, കോയി ഉമ്മീദ് നഹി ഹേ നമുക്ക് മനസ്സിൽ സന്തോഷിക്കാനുള്ള ഒരു കാരണവും ഇല്ല എന്ന് പറയുകയാണ്. അകത്ത് പ്രായമായ മനുഷ്യനിൽ നിന്ന് ഇങ്ങനെ പറയുകയാണ്. തഫി ദർവാജ കുല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദർവാജ വാതിൽ ഖുല്ല തുറന്നു. ഏക്ക് ഒരു ലടുക്ക ഔർ ഏക്ക് ലടുക്കി ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അന്തറായി അകത്തേക്ക് വന്നു. ഔർ ഉൻഹോനി അവർ ഖാനെ കെലിയെ കഴിക്കാൻ വേണ്ടി കുച്ച് മാങ്ക ചോദിച്ചു, ഭക്ഷണം തരാമോ എന്ന് ചോദിച്ചു. ബച്ചോ കുട്ടികളെ, പാസാവോ അടുത്തേക്ക് വരൂ. ഉസ് ബുഡേ ആദ്മീനെ കഹ, ആ ബുഡേ ആദ്മി വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ആജ് രാത്ത് ഇന്ന് രാത്രിയിൽ, ഹമാരെ സാത്ത് രഹോ ഞങ്ങളുടെ കൂടത്തിൽ കഴിഞ്ഞോളൂ. ഹമാരെ ബച്ചേ ഞങ്ങളുടെ കുട്ടികൾ, അഗർ ഹമാരെ പാസ് ഹോത്തേത്തോ ഹമാരെ പാസ് ഞങ്ങളുടെ അടുത്ത്, ഹോത്തേത്തോ ഉണ്ടായിരുന്നെങ്കിൽ, ബിൽക്കുൽ തികച്ചും, തുംഹാരെ നിങ്ങളെപ്പോലെ, തുമാര ജയ്സ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ, സുന്ദർ ഹോത്തെ സുന്ദരരായിരുന്നേനെ. കഹത്തെ പറഞ്ഞ് ഉസ്കേ ആസു ആകി അവർ പറഞ്ഞ് ഈ വൃദ്ധനായ മനുഷ്യന് കരച്ചിൽ വന്നു. ബച്ചോസെ കുട്ടികൾക്ക് രഹഗയ പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, പിള്ളേർക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഉൻഹോനെ അവർ അപ്പനെ പിതാ ഓർ മാങ്കോ ഗലേ ലഗായ് അവരെന്നിട്ട് ഓടി ചെന്നിട്ട് അച്ഛനെയും അമ്മേനെയും കെട്ടിപ്പിടിച്ചു. ഔർ രോത്തെ ഹുയെ കഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹമീ ആപ്ക ബച്ചേ ഹേ ഞങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾ. ഹം വാപ്പസ് ലൗട്ടായി ഹേ ഞങ്ങൾ മടങ്ങി എത്തിയിരിക്കുകയാണ്. ഹം സനോബർ കെ പേടുസേ ഈ അപ്പനെ ഹർക്കോ പഹിച്ചാൻ ഗേഥേ ഞങ്ങൾ ഈ പൈൻമരം കൊണ്ട് തന്നെയാണ് നിങ്ങളെ തിരിച്ചറിഞ്ഞത്. ഖുഷിക്കെ മാരെ മാതാപിതാക്കി ആങ്കോ ചൽ പടി സന്തോഷം കാരണം ആ മാതാപിതാക്കളുടെ കണ്ണുകൾ തുളുമ്പി. ഉൻഹോനി അവർ ദോനോക്കെ രണ്ടുപേരുടെയും ഗാലോങ്കോ ചുമ അവർ കവിൾത്തടത്തിൽ ഉമ്മ വെച്ചു. മാനെ കഹ അമ്മ പറഞ്ഞു, മുജെ പത്താത്താക്കി എനിക്കറിയാമായിരുന്നു, ആജ് കോയി ഇന്ന് എന്തെങ്കിലും അച്ചി ബാത്ത് നല്ല കാര്യം ഹൊനെ വാലിഹേ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ആജ് ശുഭ ഇന്ന് രാവിലെ മുതൽ ഹമാരെ പേടിക്ക് നമ്മളുടെ മരത്തിൻ്റെ ശാഖാവും മേം ചില്ലകളിൽ ദോ പക്ഷി രണ്ട് കിളികൾ ബഹുത്തു
മീട്ടാസ് കെ സാത്ത് ഗാ രഹേ തേ, മാധുര്യത്തോടു കൂടി പാടുന്നുണ്ടായിരുന്നു. ബായിനെ കഹ, സഹോദരൻ പറഞ്ഞു, ഹാ ആജ് താര ബി, ഇന്ന് ഈ നക്ഷത്രവും പന്തിയോം കെ ബീച്ച് സെ, ചെറിയ ഇലകൾക്കിടയിൽ കൂടി പഹലേസെ, മുമ്പത്തേക്കാളും കഹി ജാത, കൂടുതലായിട്ട് ചമക് രഹാ ഹെ, ഇന്ന് കൂടുതലായിട്ട് അത് തിളങ്ങുന്നുമുണ്ട്. അബ് ഹമേ അപ്പന ഹർ മിൽ ഗയാ ഹെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട് കണ്ടെത്തിയിരിക്കുന്നു. ഹമാരി ഫട്കൻ ഖത്തം ഹോ ഗയി ഹെ, നമ്മുടെ അലച്ചിൽ അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ അവരവരുടെ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ് മാതാപിതാക്കളോടുകൂടി. ആ ഒരു സന്തോഷത്തോടെയാണ് ഈ കഥ അവസാനിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസുമായി അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.